ആഹാ, എന്താ വ്യൂ നോക്കി. ഷട്ടറിന്റെ ആ ഒരു തിക്നെസ് എല്ലാം കണ്ടോ. ഇവിടെ നല്ല പച്ചപ്പ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടിയേക്കുന്നത് കണ്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഹിഡൻ സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, നല്ല ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണിത്. ഇവിടെ ഒരു ചെറിയ ഡാമുണ്ട്, അതോടെ നമുക്ക് കണ്ടിട്ട് പോവാം. ഇത് ഇച്ചിരി ഉള്ളിലോട്ട് വരണം ഈ ഡാം കാണണമെങ്കിൽ. വഴിയൊന്നും അത്ര മെച്ചമല്ല. നല്ല പശുക്കള് കിടക്കുന്നു. ഇവിടെ നിന്നൊക്കെയാണ് ഈ ആളുകൾ ഈ കൃഷ്ണഗിരിയിലൊക്കെ വന്ന് പശുക്കളെ എടുക്കുമെന്ന് പറയുന്നത്. അവർ ഈ വില്ലേജ് ഏരിയകളിൽ പോയി കളക്ട് ചെയ്യുന്നതാണ് ഇതുപോലത്തെ പശുക്കളെ. ഇതാണ് കെസറക്കുളി ഡാം. നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇത് പാലക്കോടെന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് വരുന്നത്. അത് നമ്മുടെ ഹൊസൂറിൽ നിന്നൊരു 50-60 കിലോമീറ്റർ കഴിഞ്ഞുള്ള ഒരു ഏരിയ ആണിത്. മുകളിലോട്ടൊന്ന് കയറിപ്പോയി നോക്കട്ടെ. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് മുകളിലോട്ട് കയറാൻ. ഇപ്പം വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. ഡാമിൻ്റെ ഷട്ടറുകൾ കണ്ടോ. ഈ ഷട്ടർ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതുവഴി വെള്ളം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇവിടെ എല്ലാം ഭയങ്കര കൃഷിയാണ്, നല്ല രസമാണ് കാണാൻ. അതും നല്ല രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ആ ഷട്ടറിൻ്റെ ആ ഒരു തിക്നെസ് എല്ലാം കണ്ടു. ആ സൈഡിൽ കൂടെ ഒരു സ്വല്പ വെള്ളം ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. വെള്ളം ഓവർ ആവുമ്പോൾ അവരത് ഓപ്പൺ ചെയ്യുമായിരിക്കും കൂടുതലായിട്ട്. ഇവിടുത്തെ കർഷകരെല്ലാം ഇതിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആഹാ, എന്താ വ്യൂ നോക്കി. താഴോട്ടൊന്ന് പോയി നോക്കാം. ആഹാ, അടിപൊളി. ഭയങ്കര കാറ്റാണ്. അതുപോലെ ഇപ്പോൾ ഉച്ചയ്ക്കത്തെ സമയത്ത് നല്ല വെയിലും ഉണ്ട്. വാട്ടർ ലെവലൊക്കെ ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. മിഡ് ലെവൽ ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കേട്ടോ. ഈ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കുറെ കുട്ടികളെ കാണാ അങ്ങ് ദൂരെ അവിടെ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കൊന്ന് വെള്ളത്തിൻ്റെ ലെവല് കുറവാന്ന് തോന്നുന്നു. അവിടുത്തെ മാർക്കിങ്, ആ ബ്ലൂ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്നൊക്കെ താഴെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ധർമ്മപുരി ഡിസ്ട്രിക്റ്റിൽ പാലക്കോട് എന്നൊരു ഏരിയ ഉണ്ട്, അതിനടുത്തായിട്ട് വരും. രസമുണ്ടല്ലേ ആ മലയുടെ. കുറെ പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട്. വെള്ളം നല്ലതായിട്ടുള്ള സമയത്ത് നമ്മൾ വരുന്നതെങ്കിൽ ഈ ഷട്ടറൊക്കെ അവർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുവഴി വെള്ളം ചാടി പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല പതഞ്ഞ് വെള്ളം മുന്നോട്ട് ഒഴുകി നല്ല ഫാസ്റ്റായിട്ട് പോകും. ഈ ഡാമും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കൃഷിക്കാർക്ക് നല്ലതാണ്, നല്ല വെള്ളം ലഭിക്കും. ഇവിടുത്തെ കൃഷി ഭൂമിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഏക്കർ കണക്കിനാണ് കൃഷികൾ. പശുവിനെയൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയേക്കുക. നല്ല തീറ്റയുണ്ട് ഇതിനൊക്കെ. ഇഷ്ടംമാതിരി പച്ചപ്പ്. അന്നേരം പശുക്കൾക്കും ആടുകൾക്കൊക്കെ നല്ലതാണ്. അവരെ അങ്ങ് അഴിച്ചു വിട്ടാൽ മതി. അവർ തിന്നി കയറി വയറ് നിറഞ്ഞ് തിന്നി കയറി വന്നോളും. നമുക്കെന്നാൽ താഴോട്ട് പതുക്കെ പോവാം. അവിടെ ഒരു ചേട്ടനും ചേച്ചിയൊക്കെ നിൽപ്പുണ്ട്. അവർ പശുവിനെയൊക്കെ തീറ്റ. അവരോട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കട്ടെ. ഇത് ഇച്ചിരി ഉള്ളിലായതുകൊണ്ട് ഇവിടെ അങ്ങനെ എപ്പോഴും ആളുകൾ വരുന്ന ഒരു ഏരിയ അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇച്ചിരി നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ஆனால் இந்த டேம் இது எப்போ இது ஓப்பன் பண்ணிவிடும் இந்த ஷட்டரெல்லாம்? அந்த சைடு தண்ணி நிறைய இருக்கும்போது ஓப்பன் பண்ணிவிடுமா? கதவுக்கு மேலேயா? அப்படியா? அந்த ஷட்டருக்கு மேலே. ഓ, ഇവരുടെ പശുക്കളെയൊക്കെ മേയാൻ വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലൊക്കെ ഒത്തിരി പശുക്കളുണ്ട്. നല്ല തെങ്ങും തോപ്പുണ്ട്. ഇവർ നല്ല ഈ കൃഷിയിടമൊക്കെ നല്ല നീറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്തോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം ഒരു
പുല്ലോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതിപ്പം ഇവർ ഈ ഫെൻസ് ചെയ്യുകയാണ്. കുറച്ച് ആളുകൾ ഈ നെറ്റ് ഇവിടെ നിന്ന് കെട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ചുറ്റിനും ഈ കാട്ടുമുള്ളും വെച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്നും കയറാനൊക്കത്തില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വണ്ടി വിടട്ടെ, കുറേ സമയമായി, നല്ല വെയിലും ഉണ്ട്. എന്നിട്ട് നമുക്ക് പെതുക്കെ വിടാം. നല്ല നെല്ലൊക്കെ ഇങ്ങനെ നട്ടേക്കുന്നു. ഈ ഏരിയയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഏരിയ കേട്ടോ. നല്ല സൈലൻറ്റുമാണ്, നല്ല ഗ്രീനറിയും ഇവിടെ. വാഴത്തോട്ടം. ഇതെന്ത് വാഴയാണെന്നറിയത്തില്ല, ഏക്കർ കണക്കിന് വാഴകൾ നട്ടിട്ടുണ്ട്. പപ്പായ നട്ടിട്ടുണ്ട് ഇവിടെ, കുറേ ഉണ്ട്. എല്ലാ ടൈപ്പ് കൃഷിയുണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അല്ലേ. മൾബറി. അന്നേരം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.